പൂവാലൻ എന്ന് പറഞ്ഞ ആനയെ പറ്റി ഇടയ്ക്ക് പരാമർശിക്കുകയുണ്ടായി. വീട്ടിലുണ്ടായിരുന്നൊരു വാലില് വെളുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ ആനയ്ക്ക്? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ആനയുടെ പേരാണ് പൂവാലൻ. പക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓർക്കും. ആനയുടെ സ്വഭാവം അത്ര പോരാ. അതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന ആനകൾക്കുണ്ടോ? കൊണ്ടുണ്ട്. ഒരാനയുണ്ട്. അത് ആ ആന അറിയപ്പെടുന്നത്, ആന മുതലാളിമാരുടെയും പാപ്പാന്മാരുടെയും ഇടയ്ക്ക് അറിയപ്പെടുന്നത് ബിസ്ക്കറ്റ് ആന എന്നാണ്. ബിസ്ക്കറ്റ് ആന? ബിസ്ക്കറ്റ് ആന എന്ന് പറഞ്ഞാൽ 2 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആന എവിടെ വേണേലും കൊണ്ടുപോകാം. ബിസ്ക്കറ്റ് കൊതിയനാണ് ആന. ബിസ്ക്കറ്റിന് ഭയങ്കര അഡിക്റ്റാ ആന. ശരിയാത്. പക്ഷെ ആള് വില്ലനുമാണ്. അവന് ഇഷ്ടമല്ലെങ്കിൽ അവന് പട്ടയൊക്കെ എടുത്ത് എറിയും നമ്മുടെ നേരെയൊക്കെ. ബിസ്ക്കറ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അല്ല, അങ്ങനെ ആ ആനയെ നമ്മൾ കൈക്കൂയാണല്ലേ ആനയ്ക്ക്? അതെ അതെ അതെ. ആന ഈ മകരം കുംഭം മാസങ്ങളിലാണ് അതിന് നീര്. അപ്പോൾ എഴുന്നള്ളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കണം എന്ന് ചോദിച്ചു. ആന ഒരാൾ വന്ന് ചോദിച്ചു. അതിനെ അയാൾ ഒരു ചെക്ക് എഴുതി തന്നു. 10 പൈസ കാശായിട്ട് തന്നില്ല, കൊടുത്തു. കണ്ണൂരുള്ള ആളെ കൊണ്ടുപോയി. അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ചെക്കിൻ്റെ ഡേറ്റ് നമ്മൾ ബാങ്കിലിട്ട് കഴിഞ്ഞപ്പം ബൂമറാങ് ചെയ്തു. തിരിച്ചടിച്ചു. അടിച്ചു വീണ്ടും. അപ്പോൾ പിന്നെ ഏതാണ്ട് തെറിയൊക്കെ എഴുതിയവർ വീണ്ടും തിരികെ വിട്ടു. പറ്റുകയില്ല. അപ്പോൾ ഇനി പറ്റുകയില്ല, ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് വച്ച്, ഈ ചെക്ക് വെച്ചൊരു കേസ് നമ്മൾ പാലായിലെ അഡ്വക്കേറ്റ് തോമസ് സാറുണ്ട്, അദ്ദേഹത്തിൽ വെച്ചിട്ട് ക്രിമിനൽ അഡ്വക്കേറ്റാണ് വെച്ച്. എന്നിട്ട് ഇവനെയും അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനോട് പാലാ കോടതിയിൽ നിന്നൊരു ഇൻഡാസും വാങ്ങിച്ച് ഞങ്ങൾ പോവുക. ഞാൻ പോയി. എന്നിട്ട് ജീപ്പിൽ ഈ പോലീസുകാരെല്ലാം, മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം, ഞാനും എൻ്റെ അളിയനും മാത്രം, എൻ്റെ സിസ്റ്റർമാർ ചെയ്ത ആൾ അങ്ങ് പോയി. ഈ കണ്ണൂർ ഈ മാഹി കൂടി വേണമല്ലോ പോകാൻ. മാഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി നീങ്ങല മുമ്പോട്ട്. കാരണം ഈ പോലീസുകാരവിടെ ഇറങ്ങി. എൻ്റെ അമ്മയെ എങ്ങനെയാണെന്നിട്ട് അവരെ അതിൻ്റെ അകത്ത് കയറ്റി അവിടെ ചെന്നൊരു ഹോട്ടലിൽ മുറിയെടുത്തു. അപ്പോൾ ഇയാളുടെ അഡ്രസ്സ് നമുക്കറിയാം, ഇത് വാങ്ങിച്ചയാളെ കള്ളൻ. അപ്പോൾ അവൻ്റെ വീട് ഏതാണെന്നറിയാം. അവൻ ആ വീട്ടിലുണ്ടെന്നറിയാം. ആനയെ പണിയാനായിട്ട് ചിക്കമംഗലൂരു എന്ന് പറയുന്ന കർണാടകയിൽ വിട്ടിരിക്കുക. അവൻ കാശുണ്ടാക്കുന്നുണ്ട്. അവനെ തടി ബിസിനസ്സുകാരൻ ആണ് ഇവർ. ഈ പോലീസുകാരെന്നുള്ള രീതിയിൽ തലക്കെട്ടൊക്കെ കെട്ടി ബനിയനൊക്കെ ഇട്ട് ലുങ്കിയൊക്കെ എടുത്ത് ഇവൻ്റെ വീട് തപ്പിപ്പിടിച്ച് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇത് മുതലാളി അവിടെ ഹോട്ടലിലിരിക്കുന്നുണ്ട്, കുറച്ച് തടി വിൽക്കാനുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ തിരക്കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഭവ്യമായിട്ട് പറഞ്ഞ് ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരിച്ച് മുറിക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ സിനിമയാണ് മുഴുവൻ. എന്ന് പറഞ്ഞാൽ ഒരാളെ അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ റീമ്യൂസിക്കിൽ അത് വരുമല്ലേ. അവിടെ കിടന്നൊരു പെരുക്കം കൊണ്ട് പെരുക്കി ഇവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ആന എവിടെയാണ്? ആന ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. ഇത് മട്ടന്നൂർ വഴി ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. മട്ടന്നൂർ വഴി ആന വന്ന് മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കി ഇവനെയും ആനയും, ഈ അനിൽകുമാറിനെയും ആനയും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ബാക്കി ചില പരിപാടികളൊക്കെ ഉണ്ട് കോടതിയുടെ. അത് കഴിഞ്ഞിട്ട് ഇവനെയും കൂടെ കയറ്റി പാലാ കോടതിയിൽ കൊണ്ടുവന്ന് കെട്ടി. ആനയെ എനിക്ക് വിട്ടു തന്നു പാലാ കോടതിയിലെ ജഡ്ജി. അവിടെ നിർത്താൻ പറ്റുമല്ലോ ആന, അതിന് തീറ്റ വേണം, അത് വേണം, ഇത് അവർ പേടിച്ച് പറിച്ചായിരിക്കുന്നത്. അപ്പോൾ ആ ബിസ്ക്കറ്റ് ആനെ എൻ്റെ കസ്റ്റഡിയിൽ ഇങ്ങോട്ട് വിട്ടു. അവനെ അകത്തുമാക്കി. അവൻ എന്ത് പറ്റിച്ച? എന്തുകൊണ്ടാണ് കള്ളച്ചക്ക്, വണ്ടിച്ചക്ക് കേസും ഭയങ്കര കേസല്ലേ. അകത്ത് പോയി. 4-ാം ദിവസം അവൻ്റെ റിലേറ്റീവ്സ് ആരൊക്കെ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് പാസീവാക്കി. നമുക്ക് തരാനുള്ള കാശും അങ്ങോട്ട് പോയ വഴിക്കുള്ള ചിലവുകളും ഏതാണ്ട് ആ ചിലവിൻ്റെ അടുത്ത്. ആനയുടെ പൈസ നിന്നു. ആനയെ കൊണ്ടുപോയില്ല. അവന് ആനെ പിന്നെ അവന് കൊടുത്തു. ഇങ്ങനെ അവൻ കൊണ്ടുപോയി. പിന്നെ അവൻ അവിടുന്ന് വിറ്റു ആനെ. പൈസ കൊണ്ടുപോയി. അതെ, നമുക്ക് ചെലവ് കാശും തന്നു. ഇവനെ ജയിലിൽ അടച്ചതിൻ്റെ ചിലവ്. ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അനിൽകുമാർ എന്ന് പറയുന്നത് ശുദ്ധ ഫ്രോഡ്. അല്ല, അങ്ങനെ ഒരു കഥയുണ്ട്. അത് ഞാൻ ഈ സഫാരി TV എനിക്ക് പറയാൻ പറ്റിയില്ലത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആനയുടെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് നമ്മളെ കുടുക്കി. ഒരു ആന ബിസിനസ്സിൽ ആന ചെന്ന് വെട്ടു. അത് കഴിഞ്ഞിട്ട് വണ്ടിച്ചെക്ക് വന്നു. അപ്പം സാധാരണ രീതിയിൽ ആനയുടെ ബിസിനസ് നടത്തുന്നവരൊക്കെ കുറച്ച് ഡീസൻ്റാണ്. വാക്ക് പറഞ്ഞാൽ വാക്ക്.
അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പം ഇവൻ മാത്രം. പറ്റിച്ചിട്ട് പോയി. പിന്നെ ഞങ്ങൾ നമ്പൂരിമാരും അല്ലേ, ഇത്രയൊന്നും പുറകെ വരൂല കുഴപ്പക്കാരൻ. കുഴപ്പക്കാരല്ല, വരികയില്ല. അവർക്ക് അതിനുള്ള ആംബിയർ ഇല്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും. സാറ് കൊടുത്തു അടി. അയ്യോ, ഞാൻ കേട്ടില്ല, ഞാൻ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രഹരം കഴിഞ്ഞിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്ഥിതി ഞാൻ കണ്ടു. നന്നായിട്ട് 3-4 കൊടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും ഉണ്ട്. ഈ ഇതെന്ന് പറയാം, ആ ബിസിനസ്സിലുണ്ടെന്ന് ഞാൻ പറയാം, ധാരാളം ഉണ്ട്. ഈ മറ്റെവിടെയെങ്കിലും ഈ സിനിമയിൽ ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സിനിമയിൽ ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? ചതി എന്ന് പറയാൻ പറ്റുമല്ലോ. അത് നമുക്ക് കമ്മിറ്റ് ചെയ്യുന്ന പൈസ കിട്ടിയിട്ടില്ല പലപ്പോഴും. ഇതുപോലെ ചെക്കുകൾ തരും, ചെക്ക് തരും. ചിലപ്പം അത് ഡബ്ബിങ് കഴിയട്ടെ അങ്ങനെ പറയും. അപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞാൽ അവർ പറയും നാളെ വീട്ടിലെത്തിച്ചേക്കാം. വളരെ ഡീസൻ്റ് ആയിട്ടല്ലേ പറയുന്നത്. ഈ പരിസരത്ത് ഈ കുറവലങ്ങാട്ടേക്ക് പോലും അവരൊക്കെ വരിക. തീർന്നല്ലോ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. പരിപാടി കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു 100-150 പേജ് ബുക്കിൻ്റെ അടുത്തോളം വണ്ടിച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്, പല സിനിമയുടെയും. ഇതെല്ലാം മിക്കവാറും ആളുകളുടെ എല്ലാ സ്ഥിതി ഇതാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ലേഡീസ്, അവരെ പറ്റിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരിധിക്കുള്ളിൽ മസിൽ പിടിക്കില്ലല്ലോ. മസിൽ പിടിക്കില്ല. ഈ ചെക്കൻ സാർ സബ്മിറ്റ് ചെയ്തിട്ട് കേസിനൊന്നും പോയിട്ടില്ല. ഏയ്, അത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ ചീത്തക്കുട്ടി എന്നുള്ള പേര് വരും സിനിമയിൽ. സിനിമയിലൊരു പ്രശ്നം ഉണ്ടാക്കി നമ്മൾ പോയാൽ പോലും പ്രശ്നമാണ്. അയാൾ പ്രശ്നക്കാരനാണ് എന്ന് പറയും. അപ്പം മറ്റു സിനിമയ്ക്ക് നമ്മളെ വിളിക്കുകയല്ല. ഇതൊക്കെ പരസ്പരം അന്നേരം അറിയുമല്ലോ ഇങ്ങനെ. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്ന് വിരട്ടുക അല്ലാതെ, ഞാൻ വിരട്ടാറൊന്നുമില്ല. അവന് ഇഷ്ടപ്പെട്ട് തരുവാണെങ്കിൽ തരട്ടെന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. അത് പിന്നെ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ പറ്റിച്ച ആളുകളൊന്നും അധികാരം ജീവിച്ചിരുന്നിട്ടില്ല കേട്ടോ. എന്നെയല്ല, സാധാരണ സ്ഥിരം പറ്റിപ്പ്, അതാണ് അവരുടെ ഒരു സിനിമയുടെ എടുപ്പ്. അങ്ങനെയുള്ളതൊന്നും അധികകാലം ഈ സിനിമയായിട്ട് പോയിട്ടില്ല നടത്തും. ഒന്നെങ്കിൽ ആ സിനിമ അമ്പാടെ അടിമുടി പപ്പടം, അല്ലെങ്കിൽ അവൻ പോവും. അതൊക്കെ ഇത് എല്ലാ ബിസിനസ്സിലുള്ളവരും സിനിമയിലുണ്ടോയെന്ന് ഞാൻ പറയാമായിരുന്നു. തീർച്ചയായിട്ടും നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നാളെ ആട്ടെ മറ്റന്നാളാട്ടെ വിളിച്ചു കഴിഞ്ഞാലും അങ്ങനെ പറയുള്ളൂ. തരികയില്ല, തനിക്കൊന്നും പറയുകയില്ല. അല്ല, അതങ്ങോട്ട് എത്തിക്കാം. എവിടെയാണ് സാർ താമസിക്കുന്നേ? അതെ, എന്തൊരു അവതാരപൂർവ്വം ചോദിക്കുന്നതെന്നറിയാവോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഇപ്പം വല്ല വർക്കും ആണോന്നറിയാനേ ചോദിക്കുന്നേ. അല്ല, ഞാൻ വർക്കൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ശരി എത്തിച്ചേക്കാം. എന്തൊരു സൗമനസ്യം.